ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പ് എപ്പിസോഡ് 3 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ലീഹയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോട് പീഹാനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അല്ല മാം എന്തിനാ അവനെ പറ്റി അന്വേഷിക്കുന്നത്? ഇതത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അവനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാൻ പോയ ആളുകൾക്ക് നല്ല അനുഭവം എന്നല്ല ഉണ്ടായിട്ടുള്ളത്. മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റുഡൻറ്റ് അവിടെ നിന്നും പോകുന്നതും പിന്നീട് ഇവളാണെങ്കിൽ പീഹാനെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ മുതലിനെ ലീഹ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് മാം എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച സീൻ, അതായത് യുഗാമിനും സേനും കൂടിയിട്ട് ഈ ഗേൾസിന്റെ ക്ലാസ് റൂമിലേക്ക് അങ്ങ് കയറുന്നുണ്ട്. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയിട്ട് സേനോട്, അല്ല ഈ പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞ്? ജിവു എന്നല്ലേ? എനിക്ക് ആ പെൺകുട്ടിയെ അറിയത്തില്ലല്ലേ, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന ടൈമിലാണ് മറ്റൊരു പെൺകുട്ടി ക്ലാസ് റൂമിലേക്ക് വന്ന് ജിവു എന്നുറക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ആരാളെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയെ കാണുന്ന ടൈമിൽ സേനാണെങ്കിൽ, ആ മോനെ ഇത് വിട്ടേക്ക്, ഇതാരെ കക്ഷി എന്നറിയും, നീ അടിച്ച് പരിപ്പാക്കിയില്ലേ ബാഡ് ബോയ്, അവൻ്റെ ട്വിൻ സിസ്റ്റർ ആണെന്ന് പറയുന്നതും ഈ ക്ലാസ്സിലേക്ക് വന്ന പെൺകുട്ടിയാണെങ്കിൽ അലമ്പ് ഗേൾ എന്നൊക്കെ വിളിക്കാം. ഇവരുടെ പേരൊക്കെ ഓർത്ത് വെക്കുകയെന്ന് പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അലമ്പ് ഗേൾ ആണെങ്കിൽ നിന്നോട് ഫുഡിൻ്റെ മെനു ടേബിളിൽ വെക്കണം എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചൂടാകുന്നതും പിന്നീട് ജിബുവിനെ അടിക്കുന്നൊക്കെയുണ്ട്. ഇവളാണെങ്കിൽ വലിയ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല. എന്നാൽ ഇവളുടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ആളുടെ പേര് ചോയി എന്നാണ്. ചോയി തൊടുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ടിനെ തൊടരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇവളങ്ങ് ചൂടാകുന്നതും ഈ അലമ്പ് ഗേൾ ആണെങ്കിൽ ജിബുവിനെ ഇട്ടിട്ട് നന്നായി കൊടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവർ പഠിക്കാൻ മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ റെഡിയാക്കിയത്. ഈ അലമ്പ് ഗേൾ കാണുന്നതും, ഓ പഠിക്കാനായിരിക്കും ഇതൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞ് നീയൊക്കെ പഠിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ചൂയിങ്കം തുപ്പുന്ന ടൈമിൽ പെട്ടെന്ന് അത് വന്നിട്ട് യുഗാമിൻ പിടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സൈനാണെങ്കിൽ ഇവനിതെപ്പോൾ അങ്ങോട്ട് പോയെന്നൊരു എക്സ്പ്രഷൻ ആയിരിക്കും. യുഗാമിനാണെങ്കിൽ ഈ ടൈം ടേബിൾ നോക്കിയിട്ട് കൊള്ളാലോ, നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ അലമ്പത്തിയാണെങ്കിൽ, എടോ താൻ ആരാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും യുഗാമിൻ കേൾക്കുന്നില്ല. ഇവനാണെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കിയതിനെ പറ്റി ഇങ്ങനെ വിവരിക്കുന്നതും ഇതേത് ഈ അന്തക്കേടെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാകുന്ന ടൈമിലാണ് അങ്ങോട്ട് ഈ സ്കൂളിലെ ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരുത്തൻ വരുന്നുണ്ട്. ഇവന് നമുക്ക് തൽക്കാലം മുടിയനെന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നതും യുഗാമിനെ കാണുന്ന ടൈമിൽ, ആ നീ ആ ബാഡ് ബോയ് ആയിട്ട് തല്ലുണ്ടാക്കിയോനല്ലേ, അവനെ അങ്ങ് തല്ലി തോൽപ്പിച്ചു എന്ന് വിചാരിച്ച് വലിയ ആളൊന്നും ആവേണ്ടെന്ന് പറയുന്നതും, അല്ല എന്താ എൻ്റെ ഗേൾഫ്രണ്ടിനോട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഈ മുടിയനോട്, തൻ്റെ ഗേൾഫ്രണ്ടോ, ഞാൻ ജിവുവിനെ കാണാൻ വന്നതാന്ന് പറയുമ്പോൾ ഇവളെ എൻ്റെ ഗേൾഫ്രണ്ടാന്ന് പറയുന്ന ഈ മുടിയനാണെങ്കിലും ജിവുവിനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവൾക്കതൊന്നും ഇഷ്ടമാകുന്നില്ല കേട്ടോ. ഇതേ ഗ്യാപ്പിൽ കൂടുതൽ പ്രശ്നമാകേണ്ടെന്ന് വിചാരിച്ച സയോനാണെങ്കിൽ സോറി സാർ എന്ന് പറഞ്ഞ് യുഗാമിനെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ മുടിയനാണെങ്കിൽ, എന്താ മോളെ നിന്റെ പ്രശ്നം, നിനക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ നോക്കുകയാണ് കേട്ടോ ജിവുവിന്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീ സ്വീറ്റായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം തരികയാണെങ്കിൽ അടിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന്. എന്നാൽ ഇവളാണെങ്കിലും ആ അടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന യുഗാമിനാണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവൻ്റെ മേത്തേക്ക് ഈ ചൂയിങ്കം വലിച്ചെറിയുന്നുണ്ട്. ഇതുകൂടി ആകുമ്പോൾ ഈ മുടിയൻ അങ്ങ് ദേഷ്യം വരികയാണ്. നീ ആരാണെന്ന് നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ സ്പെക്സ് ഊരി വെച്ചിട്ട് ഒരു ഫൈറ്റിന് വേണ്ടി ഒരുങ്ങുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു സാർ അങ്ങോട്ട് വരുന്നത്. അപ്പം തല്ലുണ്ടാകുന്നില്ല. പിന്നീട് സയോനാണെങ്കിലും, അല്ല നിൻ്റെ ഉദ്ദേശം എന്താ, ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സായിട്ട് തല്ലുകൂടിയ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് പറയുമ്പോൾ യുഗാമിനാണെങ്കിൽ, അത് പിന്നെ സ്റ്റഡി ഗ്രൂപ്പിലൊരു മെമ്പറെ തൊട്ട ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ഓഹോ അവളെ ഓൾറെഡി നീ മെമ്പർ ആക്കിയോന്ന് സേൻ ചോദിക്കുന്ന ടൈമിലാണ് ചോയി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അതെ, നേരത്തെ ഈ അപ്ലിക്കേഷൻ അയച്ചത് ജിവു അല്ല, അവളുടെ പേരിൽ ഞാനാണെന്ന് പറയുന്ന ചോയിയോട് എന്തിനെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ, അല്ല പണ്ട് മുതലേ എനിക്ക് ബുള്ളിങ് ഒരുപാട് കിട്ടാറുണ്ട്, ആ സമയത്തൊക്കെ അവളാണ് എന്നെ രക്ഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതായത് സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്ന ടൈമിൽ ഈ അലമ്പത്തിയും ഇവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ഏതോ ഒരു ചെറുക്കനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇവൾ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. അന്ന് മുതലാണ് ഞാൻ നോട്ടപ്പുള്ളിയായതെന്ന് പറയുന്നതും പിന്നീട് ഈ അലമ്പത്തിയും ഗ്യാങ്ങും വന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്ന ടൈമിൽ ഈ ചോയിയാണെങ്കിൽ ഒരു നിഷ്കുവാണ് കേട്ടോ, തിരിച്ച് ചീത്ത പോലും പറയാൻ അറിയത്തില്ല. ഈ ടൈമിൽ ഈ അലമ്പത്തിയോട് ചൂടായിട്ട് ജിവു ആണ് ആ പൈസ തിരിച്ചു കൊടുക്കുന്നത്. അന്നൊക്കെ ജിവുവിനെ എല്ലാവർക്കും നല്ല പേടിയായിരുന്നു, നല്ല റെസ്പെക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരാണെങ്കിൽ പിന്നെ എന്ന് മുതൽ എങ്ങനെയൊക്കെ സംഭവിച്ചത്, തനിക്കെതിരെ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ആളുടെ ബ്രദർ ഉണ്ടല്ലോ, ആള് ഇതുപോലെ എന്തോ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഡെലിവറിയൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പിഹാൻ എന്തോ പൈസ കൊണ്ടുപോകാൻ ടൈമിൽ ഒരാൾ വന്നിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്, ആ പൈസ മോഷണം പോവാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ബ്രദർ ആണെങ്കിൽ പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നത് ഈ മുടിയനോടായിരിക്കും. അപ്പോൾ മുടിയനാണെങ്കിലും പൈസ തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു സ്റ്റോറിൽ പോയിട്ട് പൈസ കക്കണം. അത് ഇവൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ ഒരു പൈസയായിരിക്കും. അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ടൈമിൽ ഇവൻ ചോദിച്ച പൈസ ഈ മുടിയൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. ഇവർക്കാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ, ആകെയുള്ളത് ഒരു ബ്രദറാ, അതുകൊണ്ട് അവൾ അങ്ങ് സോഫ്റ്റായി പോയി എന്നൊക്കെ പറയുന്ന ചോയിയാണെങ്കിൽ, ഞാൻ
ഞാൻ ഉടനെ തന്നെ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആകും, ആരോടും പറഞ്ഞിട്ടില്ല, അച്ഛൻ കുറച്ച് ദൂരത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവളെ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് വെക്കണം എന്നുണ്ട്. എനിക്ക് ഇതുവരെ ഇവളെ ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അപ്ലിക്കേഷൻ ഫോം അയച്ചെന്ന് പറയുന്ന ചോദിയാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് ആളെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുഗാമിനാണെങ്കിൽ സേയോൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ എന്നെ നോക്കുന്നത്, നീ അല്ലേ എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ സേയോനെ നോക്കി പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മനസ്സൊന്ന് അലിയുന്നുണ്ട്. ഇതേ ടൈമിൽ ചോദിയാണെങ്കിൽ, അല്ല ആ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൊക്കാൻ കഴിയുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ റൂമിൽ 2 ബോയ്സ് വന്നിട്ട്, എന്നാൽ എന്ത് വീഡിയോ കാണിച്ചിട്ടായിരിക്കും ഈ മുടിയനാ ജിവുവിനെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കും, ഇനി അവളുടെ വല്ല ലീക്കായിട്ടുള്ള വീഡിയോ എങ്ങാനും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് അങ്ങ് തപ്പുന്നതും ഒരു പെൻഡ്രൈവ് കിട്ടുന്ന ടൈമിലാണ് അങ്ങോട്ട് മുടിയൻ എത്തുന്നതും. ഇത് കാണുമ്പോൾ നിങ്ങൾ കൊള്ളാലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് സേയോനാണെങ്കിൽ ഇനിയിപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ റൂമിൽ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവില്ലാലേ എന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് കേൾക്കുന്ന യുഗാമിനാണെങ്കിൽ അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേയോനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എടാ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നീ കണ്ടിട്ടില്ലേ ഗേറ്റിൻ്റെ മുന്നിൽ നമ്മൾ വരുമ്പോൾ നിൽക്കുന്നത് യൂണിഫോം ഇടാത്തതിന് അലമ്പുണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്കൂളുകാർ നിയോഗിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അത്യാവശ്യം തണ്ടും എടുക്കുള്ള വേണമെങ്കിലൊന്ന് കൊടുക്കാൻ കഴിവുള്ളവരെ വെക്കത്തുള്ളൂ. ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് പ്രൈവസി ഉണ്ടായിരിക്കത്തില്ല, അവിടെ വെക്കാൻ സാധ്യതയുണ്ടാവില്ല എന്ന് പറയുന്ന ടൈമിൽ ആ പെൻ ഡ്രൈവ് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല മുടിയനാണെങ്കിൽ ഈ 2 ബോയ്സിനിട്ട് നന്നായി കൊടുത്തതിന് ശേഷം ഈ സംഭവം എന്താണെന്നൊക്കെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ അപ്പോൾ അപ്ലോഡ് ചെയ്യത്തില്ല എന്നല്ലേ ബാഡ് ബോയോട് പറഞ്ഞത്, അത് തെറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ, എടാ നീ ഏതെങ്കിലും ലൂസറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി നീ തിരിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഭ്രാന്തല്ലേ എന്ന് പറയുന്ന ഈ ബോയിയോട്, അതുപോലെ ആ ലൂസറിന് കൊടുത്ത വാക്ക് ഞാൻ എന്തിനു പാലിക്കണം, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇത് കണ്ടിട്ട് ഇവൻ ജുവനയിൽ പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ജീവന് പാവം ആരും ഉണ്ടായിരിക്കില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ തന്നെ അവിടെ ഓൾറെഡി ഒളിച്ചു നിൽക്കുന്ന യുഗാമിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ലീഹയാണെങ്കിൽ ബാഡ് ബോയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഞാനും അവനായിട്ട് അങ്ങനെ ക്ലോസ് അല്ലല്ലോ, അവൻ മുടിയൻ്റെ കയ്യിൽ നിന്ന് എന്തോ പൈസ വാങ്ങിയെന്നോ തിരിച്ചു കൊടുത്തിട്ടില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടു എന്ന് പറയുന്ന പിഹാനോട്, ആ പൈസ വാങ്ങാൻ കാരണം നീ തന്നെയല്ലേ, നിനക്ക് വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടുവരുന്ന ടൈമിലാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതും ഇങ്ങനെയൊക്കെ ഉണ്ടായതും, അത് താൻ കാരണമില്ലെന്ന് ചോദിക്കുമ്പോൾ, എന്തിന് എനിക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് ഗുണമുള്ളതെന്ന് ചോദിക്കുന്ന പിഹാനോട്, ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, ആ ഒരു പേരും പറഞ്ഞ് ഹോം റൂം ടീച്ചറുടെ ഫ്ലാറ്റിൽ കയറാനും സാധനങ്ങൾ നശിപ്പിക്കാനും ടീച്ചറിനെ പേടിപ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് ടീച്ചർ ചോദിക്കുന്ന ടൈമിൽ, മിസ് ഇവിടെ എന്തോ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്നോ അങ്ങനെ എന്തൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ഞാൻ വിചാരിച്ച്, പക്ഷേ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന പിഹാനാണെങ്കിൽ ഈ ബാഡ് ബോയെ പോലെയുള്ള ലോ ക്ലാസ് ഉള്ള ആളുകളുണ്ടല്ലോ, അവർ സ്കൂളിലേക്ക് വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത്, അങ്ങനെയുള്ള പിള്ളേരുടെ മേലിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട എന്ന് പറയുന്നതും, ഇവളാണെങ്കിലോ നിനക്ക് തെറ്റി, അവരെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തതുപോലെയൊക്കെ തോന്നും, പക്ഷേ ഞാൻ പിന്മാറില്ല, കാരണം അവരെ കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടെന്ന് ഇവള് പറയുന്നതും. ഇതേ ടൈമിൽ യുഗാമിനാണെങ്കിലും ഈ ഷെൽഫിൽ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നതും ഇതാരാന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കുന്ന ടൈമിൽ യുഗാമിനെ കാണുമ്പോൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ പെൻഡ്രൈവിലേക്കാണ് ഇവൻ നോക്കുന്നത്. അപ്പോൾ ഈ മുടിയനാണെങ്കിൽ, ഓഹോ അവള് പറഞ്ഞയച്ചിട്ട് വന്നതാണോ, എന്താ നിനക്ക് അവളോട് വല്ല ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഒരു ഒന്നാന്തരം ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഈ മുടിയൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ, തിരിച്ചും നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ കൂളായിട്ട് പെൻ ഡ്രൈവ് കയ്യിലാക്കുന്നതും പുറത്തിറങ്ങുന്ന ടൈമിൽ കുറച്ചുകൂടി ആളുകൾ ഉള്ളിലേക്ക് വരികയാണ്. ഇതൊക്കെ പുറത്തു നിന്ന് കാണുന്ന സേയോനും ചോയിയാണെങ്കിൽ ആകെ പെട്ടുപോയല്ലോ എന്ന് പറയുന്നതും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും വഴക്കുണ്ടാക്കാം, അപ്പോൾ വഴക്ക് കാണുമ്പോൾ ഡിസിപ്ലിൻ ടീമാണല്ലോ അവരിങ്ങോട്ട് വരും, ആ ടൈമിൽ യുഗാമിൻ എസ്കേപ്പ് ആയിക്കോളൂ എന്നൊക്കെ പറയുന്നതും, ഇവനാണെങ്കിൽ ചീത്ത വിളിക്കാൻ പറയാണ് ഇവളോട്. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ പരുങ്ങുന്നത് കാണുമ്പോൾ, എന്താ ചീത്ത വിളിക്കാൻ അറിയത്തില്ലെന്ന് അവിടെ ചോദിക്കുന്നതും, അത് പിന്നെ ഇല്ല എന്നൊക്കെ പറയുന്ന, അതായത് പറഞ്ഞാൽ ഇവളൊരു നിഷ്കുവായിരിക്കും. അപ്പം അങ്ങോട്ട് വരുന്ന ജിവു ആണെങ്കിൽ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ യുഗാമിൻ്റെ കയ്യിൽ നിന്ന് ആ പെൻ ഡ്രൈവ് ഇവർ വാങ്ങാൻ നോക്കുന്നതും, എന്നാൽ മുടിയനാണെങ്കിൽ കൂളായിട്ട് ആ പെൻ ഡ്രൈവ് നീ കയ്യിൽ വെച്ചോ, കാരണം ഓൾറെഡി ഞാൻ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഇവനത് ക്ലിക്ക് ചെയ്യുന്നതും, കാര്യങ്ങളെല്ലാം അറിയുന്ന ജിവു ആണെങ്കിൽ എന്ത് പണിയാണ് കാണിച്ചത്, എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ അവനെ അങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഈ റൂമിലേക്ക് വരുമ്പോൾ ചോയിയാണെങ്കിൽ, അയ്യോ അങ്ങോട്ട് പോകേണ്ട, ഡിസിപ്ലിൻ മെമ്പേഴ്സാണ് ആകെ പ്രശ്നമാകുന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്തായാലും കഴിഞ്ഞു, അവരെന്നെ ഹേർട്ട് ചെയ്യായിരിക്കും, എന്നാലും തിരിച്ചൊന്ന് അങ്ങോട്ട് കൊടുത്തിട്ടാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റൂമിലേക്ക് എത്തുന്ന ടൈമിൽ എന്താ കാണുന്നത്, യുഗാമിനാണെങ്കിൽ ആ സിസ്റ്റം വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതാണ്. താൻ എന്തുവാടോ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന ജിവുവോട്, അതേ തനിക്ക് വേണ്ടിയിട്ടാണ്, താനിനി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും
അവിടെ നിലത്തടിച്ച് വീഴുന്നുണ്ടെന്ന് മാത്രമല്ല കയ്യിൽ സിസ്റ്റം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇവനെ പോലുള്ള ലൂസറിൻ്റെ അടുത്താണോ നീ ഹെൽപ്പ് ചോദിച്ചതെന്ന് ജിവു ചോദിക്കുന്ന ടൈമിൽ ഈ സിസ്റ്റം ആണെങ്കിൽ കറക്റ്റ് സെയോൻ്റെ അടുത്താണ് വന്ന് വീഴുന്നത്. എടാ അതിന് വീഡിയോ ഉണ്ട്, എടുത്ത് ഓടട എന്ന് പറയുമ്പോൾ ഇവന് പേടിയുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് സെയോൻ അത് എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ. പിന്നാലെ ഈ മുടിയനും അവൻ്റെ ഗ്യാങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഓടി ഓടി അവസാനം ഈ റൂഫ് ടോപ്പിലാണ് എത്തുന്നത്. അങ്ങോട്ട് വരുന്ന മുടിയനാണെങ്കിൽ മര്യാദയ്ക്ക് അത് തിരിച്ച് തന്നോ അല്ലെങ്കിൽ അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് അതങ്ങ് നിലത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന മുടിയനാണെങ്കിൽ ദേഷ്യത്തിൽ ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങോട്ട് വരുന്ന ജിവു ആണെങ്കിൽ ഇനി നീ എന്ത് കാണിപ്പിച്ചിട്ടാടാ എന്നെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇവനിട്ട് നന്നായി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആള് കാണുന്ന പോലെ നിസ്സാരക്കാരിയൊന്നുമല്ല. ഈ മുടിയനെ അങ്ങ് വളച്ചൊടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ പിഹാനാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ, എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉടനെ തന്നെ വിഷമിക്കേണ്ടി വരും എന്നവിടെ പറയുന്നതും ഈ ബാഡ് ബോയ് സ്കൂളിലേക്ക് വരുന്നതും ഒരുമിച്ചാണ് കാണിക്കുന്നത്. യുഗാമിനെ ആണെങ്കിൽ സാറി ചെവിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ടൈമിൽ പെൻഡ്രൈവ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതും അവിടെ ചോയെ കാണുന്ന ടൈമിൽ പെൻഡ്രൈവ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് വന്ന് എടുക്കുന്ന ടൈമിൽ ഈ അലമ്പത്തി ഉണ്ടല്ലോ അവൾ ഇത് കാണുന്നതും ഇതാ മുടിയൻ്റെ കയ്യിൽ കാണാറുള്ള പെൻഡ്രൈവ് അല്ലേ, എന്താ നിൻ്റെയാണോ, ആ മുടിയന് കൊടുക്കാം, എന്തായാലും എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ തോന്നുന്നു പറഞ്ഞ് ഇവൾ അത് എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ ചോയ്ക്ക് അത് പിടിച്ചു വാങ്ങണമെന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല, അതിനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ ഇവൾ ആലോചിക്കുന്നത് നേരത്തെ ജിവു പറഞ്ഞല്ലോ എനിക്ക് ഹേർട്ട് ചെയ്താലും ഒന്നങ്ങ് കൊടുത്തിട്ടാണെങ്കിൽ ഇത്തിരി സമാധാനമാകുമെന്ന്. ഇതാലോചിക്കുന്ന ഇവളാണെങ്കിൽ ഉള്ള ധൈര്യമൊക്കെ അങ്ങ് സംഭരിച്ച് നല്ലൊരു ചീത്ത അങ്ങ് വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അലമ്പത്തിയാണെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് ഇവളുടെ നേരെ അടിക്കാൻ വരുന്നതും ചോയിയാണെങ്കിൽ പേടിച്ചിട്ട് അലറി വിളിച്ചിട്ടാണ് കേട്ടോ തിരിച്ചടിക്കാൻ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും കൂട്ടിയിടിക്കുന്നതും പെൻഡ്രൈവ് ചോയിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ജിവു ആണെങ്കിൽ നീ കൊള്ളാലോ, ഇപ്പോഴാണ് നീ ശരിക്കും യൂസെങ്ങിലെ സ്റ്റുഡൻ്റ് ആയതെന്ന് അവിടെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഇവർ നോക്കുമ്പോൾ ബാഡ് ബോയ് അങ്ങോട്ട് വരുന്നത് കാണുന്നതും നീ ഇത് എങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ മുടിയനെ റൂഫ് ടോപ്പിൽ നിന്ന് ഒരുത്തൻ താങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ഇവന്റെ പിന്നാലെയാണ് ഈ ബാഡ് ബോയ് പോകുന്നത്. അതായത് പിഹാന് കൊടുക്കാനുള്ള പണം ഇവൻ മുടിയന്റെ കയ്യിൽ നിന്നാണ് പൈസ കടം വാങ്ങിയത്. പിന്നീട് പിഹാന് കൊടുക്കുന്ന ടൈമിൽ നിന്റെ പൈസ നഷ്ടപ്പെട്ടു അല്ലേ, അത് ആരാ എടുത്തെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ, അത് മറ്റാരുമല്ല മുടിയനാ, എന്നിട്ടിപ്പോൾ നിനക്ക് കടം തന്നല്ലോ അത് നിന്റെ പണം തന്നെയാന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് എരി കയറ്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ മുടിയൻ പൈസ കടം കൊടുത്തല്ലോ, അത് മുടിയന്റെ പണമല്ല, പിഹാൻ മുടിയന് കൊടുത്തതാണ്. അതായത് ആള് രണ്ട് സൈഡിൽ നിന്നിട്ട് നൈസായിട്ട് കളിക്കുന്നതാണ്. മുടിയനാണെങ്കിൽ നേരത്തെ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു കൊടുത്തത് ഞാനല്ല, പൈസ എനിക്ക് പിഹാനാണ് തന്നേന്ന്. അപ്പം എന്തായാലും അത് നന്നായി വർക്കൗട്ട് ആകുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിലാണ് ബാഡ് ബോയ് ഇവനെ കുത്താൻ വരുന്നതും. എന്നാൽ കുത്തിയതിന് ശേഷം ബാഡ് ബോയ് ആണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നുണ്ട്. കാരണം കുത്തേൽക്കുന്നത് മുടിയനായിരിക്കില്ല. ഇത് കണ്ട് തടയാൻ അങ്ങോട്ട് ഓടി വന്ന ലീഹ ടീച്ചറുടെ അടുത്തായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ വീണു പോകുന്നതും ബാഡ് ബോയ് ആകെ പേടിക്കുന്നുണ്ട്. ഇവനാകെ വിഷമൊക്കെ ആകുന്നുണ്ട്. ആ ടൈമിൽ രണ്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ലീഹ ഇവൻ്റെ ഈ ഒരു ബയോഡാറ്റയൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ ആരാവാനാണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നവിടുത്ത് ഇവൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക ഒരു ഫക്കിംഗ് മില്യനെയർ ആവണം എന്നായിരിക്കും കേട്ടോ. അതുപോലെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ ഈ ബാഡ് ബോയും ജിവും കൂടിയിട്ട് വരുന്ന ടൈമിൽ ഇവർക്ക് നന്നായി പഠിക്കണം, അപ്പം അതിന് പൈസയൊക്കെ കുറവുണ്ട്. ഇവളാണെങ്കിൽ അത്യാവശ്യം നന്നായി സ്പോർട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ചേച്ചി സ്പോർട്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതിന് പൈസയൊക്കെ ഒരുപാട് വേണം, സെറ്റ് ആവത്തില്ല എന്ന് പറയുമ്പോൾ ബാഡ് ബോയ് ആണെങ്കിൽ അതിനെന്താ ഞാൻ പൈസ ഉണ്ടാക്കി തരാം, നീ നന്നായി ട്രൈ ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു സീനും അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ബാഡ് ബോയ് ആണെങ്കിൽ ആകെ കരഞ്ഞ് ഇവളെ പിടിക്കുന്ന ടൈമിൽ മോനെ നീ ഗിവ് അപ്പ് ചെയ്യരുതെന്നാണ് കേട്ടോ ഇവളവിടെ പറയുന്നത്. ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന യുഗാമിനാണെങ്കിൽ കറക്റ്റായിട്ട് ടീച്ചർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഓപ്പറേഷൻ കഴിയുന്നതും ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങോട്ട് വരുന്ന ജിവു ആണെങ്കിലോ ആദ്യമൊന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ലീഹയാണെങ്കിൽ വളരെ കൂളായിട്ടാണ് കേട്ടോ ആളോട് സംസാരിക്കുന്നത്. നീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ 4 മെമ്പേഴ്സായി എന്നൊക്കെ പറയുന്നതും പഠിക്കണം എന്നുള്ളത് നിന്റെ വലിയ ആഗ്രഹമല്ലേ, ഇത് നല്ല ഐഡിയടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നില്ല, കുറച്ച് ദൂരത്തേക്ക് മാറി താമസിക്കേണ്ടി വരും, എന്നാലും ബുദ്ധിമുട്ടിയാലും ഞാൻ ഇവിടെ തന്നെ പഠിക്കും എന്നൊക്കെ പറയുന്നതും അതായത് ചോയ്ക്കും ഇൻട്രസ്റ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഓക്കെ പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇവർ ലൈബ്രറിയിൽ വരുമ്പോൾ കാണുന്നത് എന്താ, യുഗാമിൻ ഈ 4 മെമ്പേഴ്സിൻ്റെയും ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അതായത് ഇവൻ ഇതിൻ്റെ തിരക്കിലായിരിക്കും കേട്ടോ. ഇത് കാണുന്ന ചോയിയാണെങ്കിൽ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ സെയോനും ജിവു ആണെങ്കിൽ ഇവനെന്താ ഭ്രാന്തുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. വെറുതെ അല്ല ഇവന് മാർക്ക് കുറയുന്നേന്ന് ജിവുവിടെ പറയുന്ന ടൈമിൽ ചോയിയാണെങ്കിൽ അടുത്ത മെമ്പർ ആരായിരിക്കും അല്ലേ, ഇതേത് പെന്നാന്നൊക്കെ ചോദിച്ച് അവിടെ സംസാരിക്കുന്നതും ഇത് കാണുമ്പോൾ ഇവർക്ക് പുച്ഛാണ് തോന്നുന്നത്. അല്ല ഇവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവൻ കേൾക്കത്തുള്ളൂ എന്ന് തോന്നുന്നു എന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ സെയോനാണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നതും സെയോനാണെങ്കിൽ എടാ നീ അറിഞ്ഞോ പിഹാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് പിഹാൻ ഇങ്ങനെ വരുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ പിഹാനല്ലേ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഓഫീസർ നായല്ലേ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് കൂളായിട്ട് പറയുന്നുണ്ട്. ഇത് കാണുന്ന ഓഫീസേഴ്സിൻ്റെ കിളി പോകുന്നുണ്ട്. എന്നാലും ആളെന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ചോയിയോട്
സെയോൻ പറയുന്നുണ്ട് ബാഡ് ബോയിനെ അറസ്റ്റ് ചെയ്തല്ലോ, ബാഡ് ബോയ് പിഹാൻ പറഞ്ഞിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക, എന്തായാലും ജുവനയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ സെയോൻ പറയുമ്പോഴാണ് ഇവൻ്റെ ട്വിൻ സിസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ കാര്യം ആലോചിക്കുന്നത്. ഇവനാണെങ്കിലും ഒന്ന് പരുങ്ങുന്ന ടൈമിൽ താൻ കാര്യമല്ലേ പറഞ്ഞത്, ഇങ്ങനെ തല്ലുകൊളുത്തരം കാണിച്ച ആരാണെങ്കിലും ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് ചില്ലിലൂടെ ഒരു കല്ല് വന്ന് വീഴുന്നത് കേട്ടോ. ഇവരാകെ പേടിക്കുന്നതും നോക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരുത്തൻ എടാ ആരടാ യുഗാമിൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ടൈമിൽ ഇതെന്താ സംഭവം എന്ന് യുഗാമിൻ ചോദിക്കുന്നതും എടാ നീ ഇപ്പം ഈ സ്കൂളിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്, അത് നിനക്ക് മാത്രമേ അറിയാത്തുള്ളൂ എന്ന് ഇവൻ അവിടെ പറയുന്നതും എന്താ സംഭവം എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ മുടിയൻ അടിയൊക്കെ കൊണ്ടുപോകുന്ന ടൈമിൽ നേരത്തെ ഡിസ്കഷനൊക്കെ നടത്താറുള്ള ആ മൂവർ സംഘം ഇതുമായി യുഗാമിനാണോ ചെയ്ത് അവൻ ആള് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഒരു കഥ ഉണ്ടാക്കിയില്ലേ, അതുപോലെ കുറച്ച് പൊടിയും പൊലിപ്പൊക്കെ ചേർത്ത് ഈ കഥ വേറെ ആരുടെയൊക്കെയോ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം തോന്നിയിട്ടാണ് ഇവരുടെ സീനിയർ വന്നിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടോ. സെയോനാണെങ്കിൽ നീ ഒരു റൂൾ കൂടി ബ്രേക്ക് ചെയ്തു മോനെ, അതായത് സെയിം ഗ്രേഡിലുള്ള ആളുകൾ ഫൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ തൊട്ട് മുകളിലുള്ള ഗ്രേഡുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാറില്ല, നമ്മൾ 10th ഇയാൾ 11th ഫസ്റ്റ് റാങ്കർ ആണെന്നൊക്കെ പറയുന്നതും എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് ഇവൻ പറയുന്ന ടൈമിൽ യുഗാമിനാണെങ്കിൽ എന്തിനെന്ന് ചോദിച്ചു ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ട അവൻ പേടിച്ചു. അവൻ പേടിത്തൊണ്ടനാന്ന് പറയുമ്പോൾ ഈ മൂവർ സംഘമാണെങ്കിൽ വിട്ടുകൊടുക്കത്തില്ലല്ലോ, കുറച്ച് അങ്ങ് ഏരി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമല്ല നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടാന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കങ്ങ് ദേഷ്യം കൂടുന്നുണ്ടെന്ന് മാത്രമല്ല ആ ലിജുൻ എവിടെ അവൻ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നതും ഒരു ഹെയർ ഡൈ ചെയ്തിട്ടുള്ള ഒരു പയ്യൻ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഈ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. നിനക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണല്ലേ എന്ന് പറഞ്ഞ് ഇവനെ തല്ലുന്ന ടൈമിൽ ഈ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും യുഗാമിൻ വന്നിട്ട് എൻ്റെ കാര്യം ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനാണെങ്കിലും എടാ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ആര് പിടിച്ചാലും അവരെ ഞാൻ കൊല്ലു എന്നൊക്കെ പറയുന്ന ടൈമിൽ യുഗാമിനാണെങ്കിൽ ദേഷ്യം വന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് എടുത്ത് ചാടുന്നതും ഇത് കാണുന്ന അവിടെയുള്ള എല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഇവൻ എന്തേ കാണിക്കുന്നതെന്ന് ചോയും മറ്റും പറയുന്നതും ഇവനാണെങ്കിൽ നേരെ വന്ന് വീഴുന്നത് ഈ അലമ്പ് പയ്യൻ്റെ അടുത്തായിരിക്കും. ആ ഒറ്റ ഇടിയിൽ തന്നെ ഇവൻ അവിടെ വീണു പോകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ തല്ലുണ്ടാക്കാൻ വന്ന പയ്യൻ പറഞ്ഞതനുസരിച്ച് ഈ ഹെയർ ഡൈ ചെയ്തിട്ടുള്ള ലീജൻ എന്ന ക്യാരക്ടർ ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രിൻസി പറഞ്ഞതുപോലെ സ്റ്റഡി ഗ്രൂപ്പിൽ 5 മെമ്പേഴ്സായി അങ്ങനെ ഈ ഗ്രൂപ്പ് വാലിഡ് ആകും, ഇവർ സക്സസ് ആവും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.